ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഒരു കണവ കറി വെക്കാൻ പോവാണേ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണവ ഞാൻ കഴുകി കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഫ്രീസിന് ഇട്ടേക്കുന്നതാണ്. ഇത് ഞാൻ സവാള, 2-3 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് ഇട്ടിരിക്കുന്നതാണ്. കടുക് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കതിന് കടുക് പൊട്ടാൻ തുടങ്ങി. നമുക്ക് കറിവേപ്പില ഇതൊക്കെ ഇടാം. അല്ല, കറിവേപ്പില ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇത് ഇടാം. ഭയങ്കര ടേസ്റ്റാണ്. കണവ ഇങ്ങനെ നിങ്ങളിത് കഴിവ് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണ്. കണവ നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും, ഫ്രൈ ചെയ്യാൻ പറ്റും, ഇതേവണ മുളക് ഇട്ട് കറി വെക്കാൻ പറ്റും. നമ്മൾ മീൻ വെക്കുന്നതിൻ്റെ കണക്ക് തന്നെ മുളക് നല്ല ടേസ്റ്റാണ് മുളക് ഇട്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ കുറയ്ക്കുകയും ചെയ്യാം. കണ്ട, ഇതിനകത്തോട്ടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് വഴണ്ട് വരും. ഇതിത്ര ആയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടി. കാശ്മീരി ചില്ലിയാണ്, അപ്പം എരി കുറവായിരിക്കും. ഇച്ചിരി എരിക്ക് വേണ്ടി നമ്മുടെ സാധാ മുളകും കൂടെ പൊടിച്ചത്, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇളക്കാം. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇതെന്താണെന്നറിയാമോ? ഒരു തക്കാളിക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ്, മിക്സിയുടെ ജാറിലിട്ട് അതിനെ ഒഴിച്ചു കൊടുക്കണം. കണ്ട, എന്നിട്ട് ഇതേ പോകണം. ഇങ്ങനെ ഇളക്കിയിട്ട് അപ്പോൾ ആ അരപ്പിലെല്ലാം ഇറങ്ങി പിടിച്ച് അതൊരിച്ചിരി ആ ഉള്ളിയിലോട്ടും നമ്മളിട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്തോട്ടൊക്കെ ഇതൊന്ന് പിടിക്കും. 2 മിനിറ്റ് ഇരിക്കട്ടെ. കണ്ട, ഇതാണ് ഒരു കുഴഞ്ഞൊരു പരുവമാണ്. അത് ഇച്ചിരി വെള്ളമൊക്കെ അതിൻ്റെ ആ തക്കാളിക്കയുടെ എസൻസൊക്കെ ആ ഉള്ളിയിലും എല്ലാം പിടിച്ചതിന് ശേഷം ഇനി നമ്മുടെ ഈ ജാറ് കഴുകിയതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിനകത്ത് ഒഴിക്കണം. അതായത് ഈ കണവ കറി വയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം അതിനകത്ത് പിടിക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ മീനിടുന്ന അത്രയും പുളി ഇടരുത്, ഇതിന് കുറച്ച് പുളി. എൻ്റെ ഈ പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടേക്കുന്നത്. അത്രയും പുളി ഇടണ്ട, കാരണം തക്കാളിയുടെ ഒരു പുളിയുണ്ട്, തക്കാളിക്ക് ഒരു ചെറിയ പുളിപ്പുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കണവയിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, തിളക്കട്ടെ. കണ്ടോ, ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമ്മുടെ ഈ കണവയില്ലേ, ഈ കണവ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അവിടെ കിടന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിലങ്ങ് വെച്ചിരുന്നാൽ മതി. ഒരു 10-15 മിനിറ്റ്. കണവ അധികം വേവുള്ളതല്ല, നല്ലൊരു 15 മിനിറ്റ് വെച്ചേക്കുക. ഇത് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം അടച്ചു വെച്ച് തീ ചെറിയ സിമ്മിലിടുക. ഉണ്ടാ, ആ തീയിലിട്ട് ഇവിടെ നിന്ന് വറ്റട്ടെ. നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. വറ്റി, ഇത്രയും വറ്റിയാൽ മതി കേട്ടോ. ഈ ചട്ടിയിലിരുന്ന് തന്നെ കുറച്ചുകൂടെ അങ്ങ് വറ്റുള്ളൂ. ഉണ്ടാ, ഈ ചട്ടിയിരുന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റിയിരിക്കും നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേനും. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണേ. ഇത് വാങ്ങാറാകുമ്പോൾ ഇപ്പം വാങ്ങാൻ പോവാണ് ഞാൻ, അതിനകത്ത് 2 കറിവേപ്പിലയും കൂടി ഇടണം. ഇനി അടച്ച് വെച്ച് ഗ്യാസ് ഓഫാക്കി. അപ്പം ഇനി ഇരുന്ന് അത് വറ്റിക്കോളും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എണ്ണ തെളിയുമ്പോൾ കാണിച്ചു തരാം. കണ്ട, അത് വറ്റി എണ്ണയും തെളിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ. എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. ബൈ ബൈ.